ലോകത്ത് എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് നിമിഷ നേരം കൊണ്ട് നടക്കും. യൂണിവേഴ്സ് നമ്മളിലേക്ക് അത് എത്തിച്ചു തരും. നമുക്ക് ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, നിരാശ ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് വൈബ്സ് ഓൺലി. 24 മണിക്കൂർ നമുക്ക് പോസിറ്റീവ് വൈബ്സ് ആയിട്ടിരിക്കണം. ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്തിനെ പറ്റിയാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലേ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഈ കൂടുതൽ പോസിറ്റിവിറ്റിയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയെന്നല്ല, ആ ഒരു തിയറീനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പോസിറ്റിവിറ്റി, ലോ ഓഫ് അട്രാക്ഷൻ, വേർഡ് ഓഫ് അഫർമേഷൻ, ഇതൊക്കെ നല്ലതാണ്. ആക്ച്വലി നല്ലതാണ് ഇൻ ദ സെൻസ്, ഈ പോസിറ്റിവിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നല്ലതാണ്. നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ടും, നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഞാനും അതിന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ പറയുന്ന തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എഫേർട്ടും ചെയ്തില്ലെങ്കിലും നമ്മളൊന്നും അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് എത്തിച്ചേരും. വെറുതെ ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് കുറേ എന്തൊക്കെയോ ഫോർമുല വൈസ് എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. നമ്മൾ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് അത് നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ഒരു ലോജിക്കും ഇല്ലാത്ത സയൻസ് ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവരിങ്ങനെ പറയുന്നതിന്. ഐ ഡോണ്ട് നോ ദാറ്റ്. സോ എനിക്കറിയില്ല ഇത്തരത്തിൽ എൻ്റെ ലൈഫിൽ ഫോർ മീ പേഴ്സണലി എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല എന്ന്. കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു തിയറിക്കെതിരെ പറയുന്നതോ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുന്നതോ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു യാഥാസ്ഥിതിക മനോഭാവത്തിൽ നിന്ന് പുറത്തുനിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ പേഴ്സണലി എനിക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ബേസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇന്നേ വരെ ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് കൂടുതൽ ആഗ്രഹിച്ചാലും നടന്ന ചരിത്രമില്ല. ഞാൻ എന്താണോ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളൊന്നും തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. സോ ബേസിക്കലി എൻ്റെ ലൈഫിൽ ചെറുപ്പം തൊട്ട് എനിക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. റിസൾട്ടിനെ പറ്റി അധികം ബോധേഡ് ആവാറില്ല. ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ എക്സാം എഴുതുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ശരി, പണ്ടൊക്കെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് എന്തായാലും കിട്ടും, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ലൈഫിൽ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്താണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ബുദ്ധൻ പറഞ്ഞിട്ടില്ല നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരാശ ഉണ്ടാകുന്നു. സോ ആഗ്രഹമാണ് നിരാശയ്ക്ക് കാരണമാകുന്നതെന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഞാൻ ഒന്നിലും കൂടുതൽ ആഗ്രഹം ഹോപ്പ് കൊടുക്കാതെ, അതായത് വേറൊരു ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുക, ഇൻപുട്ട് നമ്മൾ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മറന്നേക്കുക. റെസ്റ്റ് ഇസ് ഡെസ്റ്റിനി. അതായത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ബോധറാവേണ്ട ആവശ്യമില്ല എന്ന്. സോ ആ ഒരു തിയറിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് കൂടുതൽ ആഗ്രഹിച്ചാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നടന്ന ചരിത്രമില്ല. അപ്പോൾ പിന്നെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് നടക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്നേ വരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഞാൻ ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാത്രം ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, അതാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. ആ ഒരു കാര്യം ഞാനിങ്ങനെ ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി വെച്ച് ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇത് റെഡിയാകുമെന്ന് ഞാൻ എഴുതി വെച്ച് അത് റെഡിയാകില്ല എന്ന് എനിക്ക് 105% ഉറപ്പുള്ളൊരു കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്കിപ്പം നമ്മളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അത് എഴുതി വെക്കാം. വേറൊരാളെയും കൂടി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കത് എഴുതി വെച്ചിട്ട് വലിയ കാര്യമില്ല. കാര്യം അത് ആ ആൾ ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാനിങ്ങനെ വെറുതെ പേപ്പറിൽ എഴുതി വെക്കുകയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 1 മില്യൺ അടിക്കും, ഞാൻ സക്സസ്ഫുൾ യൂട്യൂബർ ആവുമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ഞാനിങ്ങനെ എഴുതി വെക്കുകയാണ് ദിവസവും. ഇത് 11:11, 12:12 അങ്ങനെ എന്തൊക്കെയോ പ്രൊപ്പോർഷൻസ് ഫോർമുലസ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ വാളിൻ്റെ അകത്ത് നമ്മുടെ എന്തായാലും പറയാം, എൻ്റെ പേരിനോട് പറഞ്ഞു ഒരു സംഭവമില്ലേ, വാളിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന എന്ത് ചാർട്ടായിരുന്നു,
മറന്നുപോയി എൻ്റെ അടുത്ത്. ആ ഒരു സംഭവമൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ എഫേർട്ട് ചെയ്യാണ്ട്, നമ്മൾ വർക്ക് ചെയ്യാണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ആരെങ്കിലും കൊണ്ടെത്തിച്ച് തരുമോ നമുക്ക്? ചിലപ്പം ചക്ക ഇട്ടപ്പോൾ മൊയിൽ ചത്തു എന്ന് പറയുന്നുണ്ട്, മൊയിൽ ചത്തു എന്ന് പറയുന്ന പോലെ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് എനിക്ക് 1 മില്യൺ അടിച്ചേക്കാം എന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും 1 മില്യൺ അടിക്കണമെന്നുണ്ടോ? നെവർ. എപ്പോഴും ഞാൻ യാഥാസ്ഥിതിക മനോഭാവത്തോടെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിയിലേക്കൊക്കെ ഇറങ്ങാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നമുക്ക് ആവാം ഒരു ലിമിറ്റിൽ. ആ ലിമിറ്റും കടന്ന് പോകുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നതോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അതുകൊണ്ടൊരു നിരാശ ഉണ്ടാകുന്നതോ. ഇപ്പം ഇവർ ഈ പറയുന്ന പോലെ ഞാനിപ്പം ഈ ഒരു എന്താ പറയുക, വേർഡ് ഓഫ് അഫർമേഷൻ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കോട്ട്സും അഫർമേഷനും പോസിറ്റിവിറ്റിയും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ അപ്ബ്രിങ്ങിങ് പോസിറ്റിവിറ്റി കൊണ്ടുവരും. അത് നല്ലതാണ്. ആൻഡ് എന്താ പറയുക, ഈ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നല്ലതായിട്ട് ഗുണം ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യാതെ എനിക്ക് കാറ് വേണം, എനിക്ക് 5 ലക്ഷം വേണം, എനിക്ക് 10 ലക്ഷം വേണം, എനിക്ക് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു അസുഖമുണ്ട്, ആ അസുഖം മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വല്ല ബ്ലാക്ക് മാജിക് എങ്ങാനാണോ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളടുത്ത് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇതിൽ PhD എടുത്തോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത ആളൊന്നുമല്ല. ബട്ട് ഇപ്പോൾ കുറച്ച് അടുത്തിടെയായിട്ട് പോസിറ്റിവിറ്റി വല്ലാണ്ട് കുത്തിക്കയറ്റുന്നുണ്ട് എല്ലാ വീഡിയോസിലും. സോ അത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ എല്ലാ ഇമോഷൻസും പോലെയാണ് ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും അസൂയയും എല്ലാം. അത് നമ്മൾ മറ്റൊരാൾക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്, വേറൊരാൾക്കും നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ പിന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? നമുക്കല്ലാണ്ട് 24/7 പോസിറ്റീവായിട്ട് പോസിറ്റീവ് ഓറയോടെ നമുക്കിരിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ പോസിറ്റിവിറ്റി നിറഞ്ഞു തുളുമ്പുന്ന നിറകുടമൊന്നുമല്ല. നമ്മളിൽ എല്ലാ ഇമോഷൻസും ഉണ്ടാവണം. ആ എല്ലാ ഇമോഷൻസും നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. സോ നിങ്ങൾ എന്ത് തന്നെ വിശ്വസിച്ചാലും, എന്ത് തിയറിയിൽ നിങ്ങൾ വിചാരിച്ചാലും അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് മൈ പേഴ്സണൽ തിങ്ക്. ആൻഡ് ഇത്രയുള്ള എൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് അറിയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ തോട്ട്സ് അറിയാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ബൈ.